ഓടി അങ്ങോട്ട് ചെന്ന് കയറി അങ്ങ് താമസിച്ചു. ഉള്ള വയ്യാവേലി, നേരത്തെ താമസിച്ചേച്ച് പോയതിൻ്റെ കണ്ണുനീര്, പിന്നെ ഈ വസ്തു പിടിച്ചു വാങ്ങിച്ചതാണെങ്കിൽ അവൻ്റെ കണ്ണുനീര്, പിന്നെ ഇത് ഒപ്പിച്ച് വാങ്ങിച്ചാണെങ്കിൽ ഇവൻ്റെ കണ്ണുനീര്, ഈ മുഴുവൻ കണ്ണുനീരെല്ലാം കൂടെ ആരുടെ നെഞ്ചത്താ താമസിക്കുന്നത്? നമ്മുടെ നെഞ്ചത്തോട്ടാ. ഏതാ? MC ജോസ്. നിങ്ങളോട് ഞാൻ കുറെ നേരമായിട്ട് പറഞ്ഞു, എൻ്റെ പേരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു പേരുണ്ട്. നിങ്ങൾ ഓട്ടോ നിർത്തത്തില്ല, പിടിയും തരാതെ നിങ്ങളങ്ങ് പോവാ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? വരാമോ? കണ്ണ് കാണത്തില്ല, കുറവാ. എന്നെ കാണാമോ? ഇവിടെ ലൈറ്റ് ഉണ്ടെങ്കിൽ കാണത്തില്ല. അയ്യോ, അങ്ങനെയുണ്ടല്ലേ. എങ്ങനെ നിങ്ങളുടെ പേര്? റീന. ഈ ജെയ്സൺ ആരാ? അത് നിങ്ങളാണ്. ഞാൻ കാണുന്ന കാഴ്ച പ്രാർത്ഥിച്ചാൽ ഒന്ന് പ്രാർത്ഥിച്ചു. എപ്പോഴാ ഇറങ്ങിയത് അവിടുന്ന്? ഇന്നലെ എപ്പം? 8:30 മലബാർ. നീ എപ്പോഴാ തിരിച്ച് ട്രെയിൻ എപ്പോഴാ? രാത്രി. ചെയ്യാനാ? പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന കാഴ്ച ഭയങ്കര ശാപത്തിൻ്റെ നടുക്ക യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ കാണുന്ന കാഴ്ച ഇദ്ദേഹത്തിന് ഇടയ്ക്ക് വെച്ച് പോയതാണോ ഇത്? പക്ഷെ മൊത്തത്തിൽ ഇടയ്ക്ക് ഇങ്ങനെ കട്ടായി പോലെ പെട്ടെന്ന് കുറവായി, കുറഞ്ഞു പോയി അല്ലേ? പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഇന്ന് നിങ്ങളുടെ സ്ഥിതിയെ ദൈവം മാറ്റാൻ പോകുന്നു. ഇപ്പൊ താമസിക്കുന്നത് അങ്ങനൊന്നും പറഞ്ഞാൽ എനിക്ക് ഒരു പിടിയില്ല. ഞാൻ ആ പയ്യന്നൂരിൽ നിന്ന് ഇങ്ങനെ പത്രത്തിൽ വായിച്ചതല്ലാതെ ഞാൻ നേരിട്ട് ഇന്ന് വരെ അങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ടില്ല. ട്രെയിനിൽ പോകുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷൻ, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് വലിയ റെയിൽവേ സ്റ്റേഷനായിട്ട് എനിക്കോട്ട് തോന്നിയിട്ടുമില്ല. ചെറിയ റെയിൽവേ സ്റ്റേഷൻ, ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് അങ്ങനെ കണ്ടിരിക്കുന്നത്. കുറച്ച് മെച്ചമായി ഇപ്പോഴാണ് അല്ലേ? ശകലം മെച്ചമായി തുടങ്ങിയത്. സ്വന്തം വീട്ടിൽ അല്ലേ താമസിക്കുന്നതാണല്ലോ? അതെ. ആ വീട്ടിൻ്റെ അകത്തേക്ക് കർത്താവ് ഇറങ്ങി വരും. ആ കുടുംബത്തിൻ്റെ അകത്ത് കിടക്കുന്ന ശാപത്തെ ദൈവം എടുത്തു മാറ്റും. ഞാൻ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഇവിടെ കാണുന്ന ഒരു കാഴ്ച, നിങ്ങൾ ശരിക്കും കണ്ണൂരുകാർ തന്നെയാണോ? അല്ല. ആണോ? അല്ല. നിങ്ങൾ കായെന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു സ്ഥലക്കാരാ. കൊല്ലം. നിങ്ങള് കായെന്ന് പറയുന്ന കണ്ണൂരല്ല, കായെന്ന് തുടങ്ങുന്ന വേറൊരു സ്ഥലത്ത് വന്ന ആളുകളാണ്. കൊല്ലം, പുനലൂര്. കൊല്ലം ഉണ്ടോ? നിനക്ക് ഇന്നാ മതി, ഇടയ്ക്ക് കണ്ണൂരൊക്കെ പോണ്ടേ? ആ വീടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുരുക്ക് ഇന്ന് ദൈവം പൊട്ടിക്കും. ആ വീടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുരുക്കുണ്ട്.
നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തിന് എന്ത് ചെന്ന് കയറിയാലും ഒന്നുമല്ലാതാക്കുന്ന ഒരു കുരുക്ക് ഇന്ന് ദൈവം പൊട്ടിക്കും. ഇതിലാർക്കോ എൻ്റെ പേരുമായിട്ട് ബന്ധമുണ്ട്. എന്താ പേര്? വേറെ ആ, അത് തന്നെ. ജോസിന്റെ വേറൊരു പൂർണ്ണ രൂപമാണ് ബോവാസ്. നടക്കട്ടെ. ഫുൾ നെയിം ദൈവം തന്നെ ഉപയോഗിക്കും. അതിൻ്റെ അകത്ത് എന്ത് ചെന്ന് കയറിയാലും ഒന്നും അല്ലാതാക്കുന്ന ഒരു അനുഭവമുണ്ട്. എന്നെ കർത്താവ് കാണിക്കുന്നു. തലമുറകൾക്ക് മുമ്പ് ഇറങ്ങി വന്നൊരു ശാപം ഇന്ന് ദൈവം മാറ്റും. തലമുറകൾക്ക് മുമ്പ് ഇറങ്ങി വന്നത് ഒരു കാലഘട്ടത്തിൽ ഒന്നുമല്ലാതാക്കി ഈ നാട്ടിൽ നിന്ന് പറിച്ച് വേറൊരു നാട്ടിൽ കൊണ്ടിട്ട് അവിടെ നിന്ന് വന്ന ഒരു ശാപം ഇന്ന് ദൈവം പൊളിച്ചു മാറ്റുമെന്ന് എന്നോട് പറയാൻ പറ്റും. ഇന്നത് പൊളിച്ചു മാറ്റും. ഫാദറിന്റെ പേരെന്നാ? ഓ, ജോസ്. ജോസ്. ഞാൻ മുമ്പേ പറഞ്ഞു എൻ്റെ പേരുമായിട്ട് എന്തോ ഒരു ബന്ധം നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു. ജോസ്, എൻ്റെ പേര് ജിനോ ജോസ് എന്നാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ബന്ധം കിടപ്പുണ്ട്. ഫുൾ നെയിം? ജോസ്. വേറെ പേരുകൂടെ ഉണ്ടല്ലോ. പള്ളിയുടെ പേര് പള്ളിയിലെ പേര് മാത്യു എന്നാണ്. പള്ളിയിലെ പേര് മാത്യു എന്നാണ്. അറിയപ്പെടുന്നത് കുഞ്ഞെന്നായിരുന്നു. അറിയാവോ? ആ, കുഞ്ഞെന്നായിരുന്നു. മാത്യു എന്നാണ്. പിന്നെ ഒരു ബന്ധം കൂടെ ഉണ്ട്, വർഗീസ് എന്ന പേരുള്ള ആരും ഉണ്ട്. ഓക്കെ, അറിയാവോ? ചേട്ടൻ്റെ ചേട്ടനാണ്, വർഗീസ് എന്നാണ് പേര്. ഇത്രയും പേരുകളുണ്ട്. അത് പള്ളിയിലാണ്. ഞാനതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്, വേണേൽ കണ്ടോണം. പാട്ടിന് പേരുള്ളതുണ്ട്. പിന്നെ വേറെയും പേരുള്ള ഒരു ചേട്ടനും കൂടെ ഉണ്ട്. അവിടെ നിൽക്കട്ടെ. ആ വന്ന ശാപങ്ങളെല്ലാം മാറട്ടെ. എന്നെ കർത്താവ് കാണിക്കുന്നു. വീടിൻ്റെ അകത്ത് നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടോ? വീട്ടു പരിപാടിയാണോ? ഞാൻ പറയാം, ഈ വീട്ടുപണിയാണ് ആദ്യം കാണുന്നത്. ഈ വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ ഈ ലോഷനാണോ? ലോഷൻ ഒരുതരം വെള്ളയും ഇളം നീലയോ പച്ചയോ എന്തൊക്കെ പച്ച, ഒരു ഇളം പച്ച കളറുള്ള അതാണോ? ഞാൻ അങ്ങനെയുള്ളൊരു സാധനം കണ്ടു. കുപ്പിക്കകത്തൊക്കെ വെച്ച് കൊടുക്കുന്ന ആ പരിപാടിയുണ്ട്. ഓക്കെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. എത്ര അധ്വാനിച്ച് അതിൻ്റെ അകത്ത് കയറിയാലും ഒന്നും കാണാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇന്ന് കർത്താവ് അത് മാറ്റും. നിങ്ങളുടെ ഈ അധ്വാനത്തെ എല്ലാം ദൈവം ഏറ്റെടുക്കാൻ പോകാന്ന് പറയുന്നു. നിങ്ങളുടെ ഈ അധ്വാനത്തെ ദൈവം കണ്ടിരിക്കുന്നു. കർത്താവ് ചിലത് ഏറ്റെടുക്കാൻ പോകാന്ന് പറയുന്നു. ഇത് എവിടാന്നാ പറഞ്ഞ? പയ്യന്നൂര് കാ ചേർത്തൊരു സ്ഥലമാണോ? കാനായിലെ കല്യാണ രാവിലെ കാനായി. വീട്ടിലേക്ക് പോകാം. താല്പര്യമില്ല? ഇല്ല. ഓണം വന്നാലേ അവിടുത്തെ സിറ്റുവേഷൻ മാറത്തുള്ളൂ. ആ പഴയ വീടിൻ്റെ അവസ്ഥ മാറണ്ടേ? അതോ ആ വീട് അങ്ങനെ കിടന്നാൽ മതിയോ? പുതുക്കിയൊക്കെ ഒന്ന് പണിയണ്ടേ? അതോ കഴിഞ്ഞ 10-15 വർഷമായിട്ട് അതേ കിടപ്പിൽ കിടക്കുന്ന അങ്ങനെ കിടക്കണോ? മാറണം. നിങ്ങളെ തീരുമാനിക്കുന്നത്. മാറണമെങ്കിൽ മാറണം. ഞാൻ ഈ കാനായി സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലും
എന്ത് വിഷനാണ് കാണിക്കുന്നത്? അതെനിക്ക് മനസ്സിലാകും. എന്നെ കൺഫ്യൂഷൻ പോലെ ആക്കുക. ഈ ഓടിട്ട വീടാ, ഓടും ഷീറ്റൂടെ ചേർന്ന വീടാണ്, അത് ഓടിട്ട വീടാണോ? ആദ്യം ഒരു ഓടിട്ട വീടായിരുന്നു, അത് പൊളിഞ്ഞു പോയി. പിന്നെ പുതിയൊരു വാർപ്പ്. ഒരു ഓടിട്ട വീട് ആദ്യം കർത്താവ് എന്നെ കാണിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഒരു പഴയ ഓടിട്ട ഒരു വീട്, അവിടുന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ആ ദുരിതത്തൂന്ന് എന്ന് പറഞ്ഞാൽ ഒരു മഴയത്ത് പൊളിഞ്ഞു പോയെടുത്തു നമ്മൾ തുടങ്ങാൻ പോവാം. ശരിയാണോ? കറക്റ്റാ. നമ്മൾ അവിടുന്ന് ആരംഭിക്കാൻ പോവാം. അവിടുന്ന് ആരംഭിച്ചാലേ ഈ വസ്തുവിൻ്റെ അകത്ത് കിടക്കുന്ന ശാപമുണ്ട്, അത് മാറണം. ദൈവമക്കളെ, വസ്തു വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം, വീട് താമസം മാറുമ്പോഴോ വസ്തു വാങ്ങിക്കുമ്പോഴോ ഒക്കെ ഓർത്തോണം, ഏതെങ്കിലും ദൈവദാസനെയോ, നിങ്ങൾ പള്ളിയിലാണെ അച്ഛനെയോ ആരും ആയിക്കോട്ടെ, വിളിച്ച് പ്രാർത്ഥിപ്പിക്കാതെ അതിലേക്ക് വാടക വീട് മാറിയാൽ പോലും എന്തോ ചെയ്യണം? അതതിൻ്റെ മര്യാദയാണ്. അത് നിങ്ങൾ ഏത് സമുദായത്തിൽ ചെന്നാലും അതിൻ്റെ മര്യാദയാണ്. അല്ലാതെ ഒരു വാടക വീട് എടുത്ത് ഓടിച്ചെന്നു നേരെ കയറി, അബിയുടെ ഒക്കെ വീട്ടുകാർ കാണിക്കുന്നവർ ഓടി അങ്ങോട്ട് ചെന്ന് കയറി അങ്ങ് താമസിച്ചു. ഉള്ള വയ്യാവേലി, നേരത്തെ താമസിച്ചേച്ച് പോയതിൻ്റെ കണ്ണുനീര്, പിന്നെ ഈ വസ്തു പിടിച്ചു വാങ്ങിച്ചതാണെങ്കിൽ അവൻ്റെ കണ്ണുനീര്, പിന്നെ ഇത് ഒപ്പിച്ച് വാങ്ങിച്ചാണെങ്കിൽ ഇവൻ്റെ കണ്ണുനീര്, ഈ മുഴുവൻ കണ്ണുനീരെല്ലാം കൂടെ ആരുടെ നെഞ്ചത്താ? താമസിക്കുന്നത് നമ്മുടെ നെഞ്ചത്തോട്ടാ. ഏതാ? വസ്തുവിൻ്റെ മേൽ കിടക്കുന്ന വാങ്ങിച്ച ആ ശാപത്തെ ദൈവം ഇന്ന് പൊളിക്കും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചത്, അതിൻ്റെ അകത്ത് കയറി ഗതി പിടിക്കാൻ പറ്റാത്തത്, അത് പൊളിഞ്ഞ് ഒന്നല്ല 2 തവണ പൊളിഞ്ഞ് വീണത്, 3ാമത്തേന്ന് പണിത് കിട്ടിയത്, അതും ഇപ്പം ആകെ പ്രശ്നത്തിൽ കിടക്കുന്നത്. ശരിയാണോ? അതെ. അതെല്ലാം കർത്താവ് ഇന്ന് മാറ്റും. അതിൻ്റെ അകത്തേക്ക് വെളിച്ചം വരാൻ ആരംഭിക്കും. വെളിച്ചം വന്നാൽ പിന്നെ അവിടെ എല്ലാം വെളിച്ചമായി മാറും. ആ വെളിച്ചം കണ്ണുകളിൽ അടിക്കും. ഹല്ലേലൂയ. പയ്യന്നൂരിൽ നിന്ന് കാനായി, ഇരുപത് കിലോമീറ്റർ ഉണ്ടോ? 20 കിലോമീറ്റർ. ഒരു 12 അല്ല 10 കിലോമീറ്റർ. എത്ര രൂപ പോയിന്റാ? എനിക്കറിയത്തില്ല, ഞാനും സംശയം കൊണ്ട് ചോദിക്കുന്ന. എന്നെ ഏകദേശം എത്ര ദൂരം കാണിക്കും നോക്കെ? 20-നും 10-നും ഇടയ്ക്കുള്ള കിലോമീറ്റർ കാണിക്കുന്നെ അത്രയുണ്ട്. ഒരു അടയാളം വേണേ പറയാം. ശരിയാ, ഇത് ഈ കാഞ്ഞങ്ങാട് ഇരിട്ടി റോഡ് വല്ലോ വന്നു. ഇതെങ്ങോട്ട് പോകുന്ന? ഈ പയ്യന്നൂർ കഴിഞ്ഞ് അടുത്തത് എവിടെയാ? അത് കാഞ്ഞങ്ങാടല്ലേ? അവിടെ കാഞ്ഞങ്ങാടല്ലേ? അത് തന്നെയല്ലേ ഞാനിപ്പോൾ ചോദിച്ചേ. കാഞ്ഞങ്ങാട്, അതെ, കാഞ്ഞങ്ങാട് ഇരിട്ടി റോഡാണോ എന്ന് ചോദിച്ചു. ഓക്കെ, കാഞ്ഞങ്ങാട് ആ റോഡാണോ ഇത്? കാഞ്ഞങ്ങാട് റോഡ്, ഈ റോഡ് കാഞ്ഞങ്ങാട് കാസർഗോഡ് കാഞ്ഞങ്ങാട് കാസർഗോഡ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് റോഡ്. ഓക്കെ, ഡൺ. ദേവാസനെ, കർത്താവേ, നമ്മൾ ഒരുമിച്ച് പോകുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഈ 3 വഴികൾ കൂടി ഒരു ജംഗ്ഷനാണോ ഇത്? കാനായി ജംഗ്ഷൻ. എന്റെ ചോദ്യം, കാനായി ജംഗ്ഷൻ 3 വഴിയാണോ? 3 റോഡിന്റെ. ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴിയിലേക്ക് വരും. അതിനു മുമ്പ് ഞാൻ ഈ ജംഗ്ഷനിലേക്ക് വന്ന് നിന്നതാണ്. ഈ ജംഗ്ഷൻ ഒരു 3 വഴികളുള്ള ജംഗ്ഷൻ എന്നെ കർത്താവ് കാണിക്കുന്നത് ആണോ? കാനായി എന്ന് മാത്രമല്ല, അതിൽ വേറെ കണ്ട് എഴുതിയിട്ടുമുണ്ട്, അതിനോട് ചേർന്ന് കണ്ട് എഴുതിയിട്ടുണ്ട്.
എനിക്കത് മനസ്സിലാകുന്നില്ല അങ്ങോട്ട് എന്തുവാ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. കണ്ടിട്ട് ഒരു പഴയ കാലഘട്ടം പോലെ. അതെ. ആണോ? ആ, അതെ. അത് ഞാൻ പറഞ്ഞ കാനായി കൂട്ടി ഒരു പേര് എനിക്ക് കാണാം അവിടെ. കാനായി എന്ന് മാത്രമല്ല അത് കൂട്ടി ഒരു പേര്. പക്ഷെ അതെനിക്കിത് വായിക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക പേരാ അത്. രണ്ടൊരു മായൊക്കെ ചേർത്ത് വരുന്നൊരു പേരാ അത്. അത് കാനായി മുഴത്തിൽ. മുഴത്തെഞ്ചാൽ അങ്ങനെ എന്തോ പേര്. ആ, അങ്ങനെ ഒരു പേര്. അത് ആണോ? ഇതൊരു 25 വർഷം പുറകെ നിൽക്കുന്ന മാതിരിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇപ്പം. ഇതെന്താ ഇങ്ങനെ? ഇത് ഒരു വലിയ ഒരു പഴമക്കാരുടെ ഒരു മാടക്കടയൊക്കെ മാഞ്ഞു പോയ മാടക്കട താണ്ട് ഇവിടെ നിപ്പുണ്ട്. എനിക്ക് അവിടെ കാണാം. മുമ്പല്ല, ഇപ്പോഴും ഒരു മാടക്കട ഇവിടെ ഉണ്ടോ അവിടെ? ഒരു മാടക്കട. ഇത് നല്ല രസമാണ് ഇവിടെ. ടൗണൊന്നുമല്ല ഇത് കേട്ടോ. ഈ റോഡിന് നടുക്ക് ഏണ്ടൊക്കെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നു. എന്തുവാ ഏണ്ടൊക്കെ നടുക്ക് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നു. ഒരു പഴയ മാടക്കട എന്തോ. ഞാനൊരു 20 വർഷം പുറകിൽ നിന്നതുപോലെ ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ ഇതെന്തോ ഭാഷ ഇവർ സംസാരിക്കുന്നേ? മലയാളം തന്നെയാണോ? വേറൊരു സ്ലാങ് ആയത്? നാടൻ ഭാഷ. ഇതിപ്പോ വേറെ ഏതാണ്ടാ പറഞ്ഞുകൊണ്ട് പോകുന്നത്. അതുകൊണ്ടാ ചോദിച്ചത്. ഇവിടെ നോക്കില്ലേ, വാഴത്തോപ്പ് കാണാം. എനിക്ക് വാഴയൊക്കെ നിൽക്കുന്ന കാണാം. ആണല്ലേ? വാഴത്തോപ്പ് നിൽക്കുന്ന കാണാം. കണ്ടത്തിന്റെ അവിടെ കൊടുത്തൻ ഇങ്ങനെ ഇതൊക്കെ വെച്ചോണ്ടിങ്ങനെ പാഠപുസ്തകത്തിൽ കണ്ട എല്ലാം. തനി ഗ്രാമം, കൊടികൾ നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമം. ശരിയാണോ? തോരണങ്ങളും കൊടികളും ഒക്കെ നിറഞ്ഞു നിപ്പുണ്ട് ഇവിടെ. ആന്ന്. ഒരു അടയാളം പറയട്ടെ. അവിടെ പോകാറുണ്ടല്ലോ. ഞാനിവിടെ നിൽക്കുന്ന സ്ഥലം പറയാം, എനിക്ക് ഇച്ചൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. വായനശാല എന്ന് എഴുതിയേക്കുന്നതിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. വായനശാലയുടെ തടി കൊണ്ടുള്ള അതെ, ഇപ്പോഴാ കണക്റ്റായി കിട്ടിയത്. തടി കൊണ്ടുള്ള വായനശാലയുടെ ഫ്രണ്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഒരു ഫ്രീക്കന്മാരായിട്ടൊരു 3-4 ചെറുപ്പക്കാരിറങ്ങി വരുന്നുണ്ട്. തലമുടിയൊക്കെ പ്രത്യേക തരത്തിൽ ചീകി വെച്ചിരിക്കുന്നത്, ചുമന്ന കൈലി അവരൊക്കെ ഉടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള 3-4 ചെറുപ്പക്കാരൊക്കെ അതിൻ്റെ തിരിപ്പുണ്ട്. വായനശാലയുടെ മുന്നിൽ ഞാൻ നിപ്പുണ്ട്. പിന്നെ ഒരു സ്തൂപം നാട്ടിയത്, എനിക്കിവിടെ നോക്കിയ ഒരു സ്തൂപം നാട്ടിയത് കാണാം. ഉണ്ട്. ഇവിടെ നോക്കിയാൽ എനിക്ക് കറക്റ്റ് സ്തൂപം കാണാം. ആരുടെ ഒരു പേരും ഒരു ഫോട്ടോയും അതിലെ കണ്ട് എഴുതിയിട്ടുണ്ട്. ഒരു ഒരു കുഞ്ഞിക്കണ്ണനോ അങ്ങനെ കണ്ട് പേരുള്ള ഒരാടെ പേരതേലുണ്ട്. ഇതെനിക്ക് ഇവിടെ നിന്നാ കാണാം. ഇതിൽ 1, 2, 3 ഞാൻ ഏത് വഴിയാണ് നിങ്ങളുടെ വീട്ടിലോട്ട് പോകേണ്ടത്? വായനശാലയുടെ അവിടുന്ന് ഏത് വഴിയാ? താഴോട്ട് കിടക്കുന്ന ആ വലത്തോട്ട് കിടക്കുന്ന വഴിയാണോ? അവലെ വഴിയാണോ? വലത്തോട്ട് താഴോട്ട് കിടക്കുന്ന ചെറിയ ഇറക്കമുള്ള റോഡ് അല്ല, ആ റോഡല്ലേ വരണ്ടേ ഞാൻ? ഓക്കെ. ഒന്ന് മെയിൻ റോഡാ, ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. പിന്നെ വേറൊരു റോഡുണ്ട്, അത് എങ്ങോട്ട് പോകുന്നതല്ല, അത് ഇച്ചിരി ഉള്ളിലേക്ക് പോകുന്ന റോഡാന്ന് തോന്നുന്നു. ഒരു റോഡ് കൂടെ എനിക്ക് കാണാം ഇവിടുന്നുണ്ട്. ഒരു ചെറിയൊരു റോഡ്, ഒരു ഇടുക്ക് റോഡ്, ആർച്ച് വെച്ചേക്കുന്നേ. അതാണോ നിങ്ങളുടെ വീട്ടിലേക്ക്? അല്ലല്ലോ, അതാണോ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്? അയ്യോ, ഞാൻ ഇപ്പുറത്തെ റോഡിൽ കൂടെ കയറിയേ. ഇതൊരു അമ്പലത്തിന്റെ ആർച്ചാണ്, അതല്ലേ ഇത്? ഏടെ ഒരു അപ്പൂപ്പനോ പറശ്ശിനിക്കടവോ? അതാണോ എഴുതി വെച്ചേക്കുന്നേ? പറശ്ശിനിക്കടവ്.
ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ഉള്ളൂ. ഇതിങ്ങനെ മുന്നോട്ട് ഈ ഇറക്കം ഇറങ്ങി ഈ റോഡ് ടാറിട്ട റോഡ് മുന്നോട്ട് പോയി വലത്തോട്ട് കിടക്കുന്ന ഈ റോഡിൽ കൂടെ ആണോ പോകേണ്ടത്? വലത്തോട്ട് ഒരു വഴി കിടപ്പുണ്ട്, അങ്ങോട്ടാണോ പോകേണ്ടത്? അതോ ഈ റോഡ് മുന്നോട്ട് പോകണോ? ഒത്തിരി മുന്നോട്ട് 1 കിലോമീറ്റർ പോകണോ? ഓക്കെ, 1 കിലോമീറ്റർ കാണിക്കുന്നു. ഒരു കണ്ടമാണോ ഇത്? നിങ്ങളിവിടെ എന്തുവാ പറയുന്നത്? വയല് അതുവഴിയാ കയറുന്നത്. പിന്നെ ഏതാ വയലുള്ളത്? ഇവിടെ ഒരു കുളവോ വയലോ ഏണ്ടൊക്കെ എനിക്ക് ദൂരെ നിന്ന് കാണാം. ഇവിടെ നോക്കുമ്പോൾ വേണ്ട എനിക്ക് കാണാം. താഴോട്ട് എൻ്റെ കൂടെ നിന്നോണം. നിങ്ങളുടെ വഴി ഞാൻ വന്നിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് വരും. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ആ താഴോട്ട് വയലും കുളവും ഒക്കെ കാണാം എനിക്ക്. പിള്ളേരൊക്കെ ചാടുന്നിടമാണോ ഇത്? ആണോ? എന്തോടാ ഇത്? നിങ്ങളുടെ നാട് പോലെ ഇരിക്കുന്നു. കറക്റ്റ് നിങ്ങളുടെ നാട്. ആനയടി എന്താ വേണം, അങ്ങോട്ടങ്ങ് പോലും ചെയ്യാം. 1 കിലോമീറ്റർ പോണം. ഇതിലൊരുമാതിരി ഇതിനെന്തോ ഞാൻ പറയണ്ടേ, പൊക്കത്തക്ക വീടിരിക്കുന്നു. വലതു പൊക്കൊന്നും പൊക്കത്തിൽ വലതുവശത്ത്. ഇനി ഇവിടുന്ന് എന്ത് പോകണം? ഒരു കയറ്റം കയറിയെല്ലാം പോണം. അതാ ഈ കട്ടർ തുടങ്ങുന്ന കയറ്റമാണോ? ആണോ? കട്ടർ തുടങ്ങുന്ന കയറ്റമാണ്, കയറി പോകണം. ടാറിങ് ആണല്ലോ, ടാറിങ്ങ. കട്ടറൊക്കെ കയറി കിടക്കുന്ന സ്ഥലമായിരുന്നു. ടാറിങ്ങ. അത് കയറി അങ്ങ് മേളി വരണം. മേളി വന്ന് ഞാനിപ്പം ഇനി മുന്നോട്ട് പോകണോ? എത്ര കിലോമീറ്റർ ഉണ്ട്? വിജനമായ ഒരു സ്ഥലം, കുറ്റിക്കാട് നിറഞ്ഞ വിജനമായ ഒരു സ്ഥലം. തമിഴ്നാട്ടിൽ കൂടെ പോയ അതേ പ്രതീതി. ആണോ? വിജനമായ സ്ഥലം. ഈ ഇടത്തോട്ടൊക്കെ നോക്കി അങ്ങേ അറ്റത്തേണ്ട് എന്തുവാ അത്? എന്തൊരു കൽമണ്ടോ എന്തുവാ അത്? ഏതാണ്ട് ഒരു സാധനമൊക്കെ ഇങ്ങനെ അങ്ങേ അറ്റത്ത് കാണാം. ഈ വിജനമായ സ്ഥലത്ത് അങ്ങേറ്റ്. ഇവിടെ ഇതെന്തോ പറങ്ങാണ്ടിയോ കശുവണ്ടിയോ? കശുവണ്ടിയാണ്. ആണോ? അതൊക്കെ കാണുന്നു എനിക്ക്, കശുവണ്ടിയൊക്കെ കാണുന്നു. ഇതെന്തൊരു ഏറിയത്? അല്ല ഇത് രാത്രിയിൽ എന്തോ ചെയ്യും ഇതുവഴി? ഭർത്താവേ, ഇവിടെ വല്ലവനെ വെട്ടിക്കൊല്ലോ എളുപ്പമാ. അങ്ങോട്ട് പോയാൽ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന സ്ഥലമാണ്. ഇതെൻ്റെ ദൈവമേ, ഇതെന്തുവാ? ഞാൻ ഈ റോഡിൽ നിൽക്കുമ്പോൾ ഒരുപാട് കരച്ചിലുകൾ ദൈവം എന്നെ കാണിക്കുന്നു കേട്ടോ. ഒരുപാട് കരച്ചിലുകൾ ഈ മണ്ണിനുണ്ട്. കർത്താവേ, ആ മണ്ണ് വിടുവിക്കപ്പെടട്ടെ. ആ കശുവണ്ടി പോലെ നിറഞ്ഞു കിടക്കുന്ന സ്ഥലത്തൂടെ, വിജനമായ സ്ഥലത്തൂടെ ഒരു ആക്റ്റീവായ ഞാൻ ആകെ കണ്ടത് ഇങ്ങനെ വരുന്നു. ഒരേ ഒരു ആക്റ്റീവ 2 വീലർ ഇത്രയും നേരമായിട്ട് ഞാൻ കണ്ടത് അതാ. വേറെ ഒരു വണ്ടിയും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ഒരു ആക്റ്റീവ കണ്ടു. ഒരു ഇളവൻ അതുമായിട്ട് ഇങ്ങനെ പോകുന്നു. 1947 IT ആക്റ്റീവായാന്ന് തോന്നുന്നു കണ്ടിട്ട്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ളതാന്ന് തോന്നുന്നു. ഇവിടുന്ന് എന്തോ പോകണം പിന്നെ? കഴിഞ്ഞു, ഇത്രേ ഉള്ളോ? ഏകദേശം അടുത്തെത്തി. റബ്ബറിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന വീടാണോ? 2 വീട് കാണുന്നു എനിക്ക് ഇവിടെ നോക്കിയാൽ. ആദ്യം കാണുന്ന വീടാണോ നിങ്ങളുടെ? 2 വീട് കാണുന്നു. ആദ്യം കാണുന്ന ആ വാർത്ത വീടാണോ നിങ്ങളുടെ വീട്? തൊട്ടപ്പുറത്തിരിക്കുന്ന വീട് വാർത്ത ആണോ? അതും വാർത്ത ആണോ? അത് ദൂരെ നോക്കിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല. അത് പക്ഷെ ഒരു പഴയ വീട് പോലെ തോന്നുന്നു കണ്ടാലും. അല്ലേ, കണ്ട ദൂരെ നിന്ന് അങ്ങനെ തോന്നുന്നു. ഇത് സർക്കാരിൻ്റെ വീട് വല്ലോ വന്നത്. അത് നൂണ്ടുപെട്ട് വെച്ചല്ലേ. ഈ വിശാലമായ മിറ്റത്ത് വലിയൊരു മിറ്റമാണല്ലോ. വലിയൊരു മിറ്റമാ. ആന്നോടാ കുഞ്ഞെ? ആണോ? നീ ഇവിടെ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഇതിനകത്തൊന്നും നടക്കുന്നില്ലയോ? എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അതുകൊണ്ട് പന്തലും കളിക്കണ്ടേ? അതിനുള്ള ഉണ്ടല്ലോ ഇത് മൊത്തത്തിൽ. ഇത് കുറച്ചുണ്ടോ വസ്തു? ഇത് ഒത്തിരി വസ്തു ഉണ്ട്. ഇത് അന്ന് വാങ്ങിച്ചാണ്. ഇതിന് വിലയൊക്കെ എന്തുകൊണ്ട് ഇവിടെ?
1,00,000. എത്ര ഉണ്ടച്ചാ? 1,00,000. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ വസ്തുവിൽ കയറിയെങ്കിൽ ഇന്നിവിടെ വെച്ച് തലമുറകളായിട്ട് ഇറങ്ങി വന്ന ശാപം മാറട്ടെ. ഇത് ജോസ് എന്ന് പേരുള്ള ആടെ പേരിൽ കിടന്ന് ആള് വാങ്ങിച്ചതാണോ അതോ അദ്ദേഹത്തിന്റെ ഫാദർ ജോസ് അദ്ദേഹം വാങ്ങിച്ചാണോ ഈ വസ്തു? അദ്ദേഹം അല്ലേ വാങ്ങിച്ചേ അല്ലേ? ആണോ ജെയ്സൺ ബ്രദറെ? പപ്പയുടെ പേര് ജോസ് എന്നാ. എല്ലാം എന്നെ ഇട്ട് വട്ടം കറക്കുക. നിങ്ങളുടെ ഫാദറിന് പേരെന്നാ? ഫാദറിന്റെ പേര് ജോസ് എന്നാ. നിങ്ങളുടെ ഫാദറിന്റെ പേര് ജോസ്. അങ്ങനെ പറ. ഞാൻ കുറച്ചു നേരം ജോസ് എന്ന് വെച്ചിട്ട് നിങ്ങളൊട്ട് മിണ്ടുന്നുമില്ല. ഞാൻ പറഞ്ഞില്ല എൻ്റെ പേരിനോട് ചേർന്ന് എന്തോ പേരുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങളൊട്ട് മിണ്ടുന്നുമില്ല. നിങ്ങളുടെ ഫാദറിന്റെ ഫുൾ നെയിം എന്നാ? MC ജോസ്. എൻ്റെ അപ്പൻ്റെ പേരെന്തോന്നറിയാം? ചോദീര്. ചോദീര് എന്നാ ചോദീര്. ചോദീര്. അപ്പന്റെ പേരെന്താ? MC ജോസ്. നിങ്ങളോട് ഞാൻ കുറെ നേരമായിട്ട് പറഞ്ഞു എൻ്റെ പേരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു പേരുണ്ട്. ഉണ്ട് ഉണ്ട്. നിങ്ങൾ ഓട്ടോ നിർത്തത്തില്ല, പിടിയും തരാതെ നിങ്ങളങ്ങ് പോവാ. എൻ്റെ അപ്പൻ്റെ പേര് MC ജോസ് എന്നാ. നിങ്ങളുടെ അപ്പൻ്റെ പേരും MC ജോസ്. മൊത്തം പേര് MC ജോസിന്റെ ഫുൾ ഫോം ചെറിയാൻ ജോസ്. എൻ്റെ മഠത്തിൽ ചാക്കോ ജോസ്. ഇപ്പൊ മനസ്സിലായോ ഈ പ്രൊഫറ്റിക് മാൻഡിലിന്റെ ഗുണം എന്താന്ന് മനസ്സിലായോ? എന്തോ പിടികിട്ടി? ഇപ്പൊ പിടികിട്ടിയോ? ആദ്യം മുതലേ ഇതേ ചോദ്യം ഞാൻ ചോദിക്കുക. എൻ്റെ പേരിനൊപ്പം നിങ്ങളുടെ പേരുണ്ട്. ഉണ്ട്. പരിശുദ്ധാത്മാ പിന്നെയും പിന്നെ എന്നെ ചോദ്യീര് 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 എന്ന് പറഞ്ഞിരിക്കുക. ചോദിക്കുമ്പോഴെല്ലാം നിങ്ങൾ എനിക്ക് തലതിരിച്ച് ഉത്തരം തന്നുകൊണ്ടേയിരിക്കുക. എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ വഴിക്ക് തെളിച്ച് വഴിക്കുക. ഓ, മരങ്ങാടായത് എത്ര നന്നായി, ചെറിയാനായതും എത്ര നന്നായി. ഒന്ന് ഈ വിശാലമായ മുറ്റത്തൂടെ ഒരു കൈ കയറിയില്ല പെയിന്റ്. എന്നാലും ഒരു ഇളം മഞ്ഞ പോലത്തെ പെയിന്റ് ആണോ? വൈറ്റ്. വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഐവറി കളറാണോ? ഇദ്ദേഹത്തിന്റെ ഷർട്ടിനേക്കാൾ ഇച്ചൂടെ ലൈറ്റാ, വെളുപ്പുള്ള. എന്നാൽ ഒരു ഇളം അങ്ങനെ കളറാണ് ഞാൻ കാണുന്നത്. അതാണോ? ഓക്കെ, ഡൺ. 1 2 തിണ്ണ അല്ലേ? തിണ്ണ. സ്റ്റെപ്പ് കയറി തിണ്ണ. അതെ. 1 2 3. ആരുമില്ലേ വീട്ടില്? ആരുണ്ട്? അമ്മയുണ്ട്. ആ പ്രായമുള്ള ആളാണോ നിൽക്കുന്നത്? ആ പുള്ളിക്കാരിയാണോ? ആറമ്മയാ? അത് നിങ്ങളുടെ അമ്മയാണോ? തലമുടി നരച്ച് നിങ്ങളെ പോലൊക്കെ തന്നെ ഇരിക്കുന്ന പാർട്ടി. നിങ്ങളുടെ അമ്മയുടെ പേരും ഒരു കണക്ഷൻ ഉണ്ടല്ലോ. എന്തോ അമ്മയുടെ പേര്? ഓ, ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വേറെ പേരുണ്ടോ? ഞാൻ പറഞ്ഞെന്തോ കണക്ഷൻ ഉണ്ടെന്ന്. എന്റെ വല്യമ്മച്ചിയുടെ പേരെന്തോന്ന് ചോദിച്ചേ? മറിയാമ്മ. അറിയാമോ? ഇത്രേ ഉള്ളൂ. പ്രൊഫറ്റിക് മാൻഡിൽ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്. ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ഇനി അല്ല തന്നെ എൻ്റെ അമ്മയുടെ പേര് ലീലാമ്മയെന്നാ. കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട് അതിൻ്റെ അകത്ത്. നമുക്കറിയാം, ഇങ്ങനെ കറങ്ങി വരുമ്പോൾ അറിയാം. ഓക്കെ, ഡൺ. ഇത് ടൈലാണോ? എന്തുവാ ഇത്? ഈ റെഡ് ഓക്സൈഡ് ആണോ ഇത്? എന്താ ഇത്? ഞാൻ ആദ്യമായിട്ട് കാണും ഈ സാധനം. ഇതെന്ത് ഈ തറയിൽ?
ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് കാണുക. നമ്മുടെ ഇവിടെ ഉണ്ടോ? സാറിന് അറിയായിരിക്കുമല്ലോ. ഇല്ല, സാറിന് അറിയാതെ ചുമ്മാ ഡോഗ് ഡയലോഗ് ചുമ്മാ. സത്യം പറ, സാറിനറിയാവോ? റെഡ് ഓക്സൈഡ് നമുക്കിവിടെ ഉള്ളൂ, ഞങ്ങൾക്കിവിടെ റെഡ് ഓക്സൈഡേ ഉള്ളൂ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുക, അതുകൊണ്ടായി ചോദിച്ചത്. ഇതെന്തുവാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് സിമെൻറ്റ് പൊടിക്കകത്ത് കാവി മിക്സ് ചെയ്തു. കാവി കളർ. കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ സംഭവം. നമുക്കിവിടെ ഇല്ല, ഇങ്ങനെ ഏർപ്പാട് ഇവിടെ ഇല്ല. ഓക്കെ, നിങ്ങളുടെ വീട്ടിലുണ്ടോ? കണ്ടിട്ടുണ്ടോ? പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. എന്നതാ കാണുന്നത്. ഓക്കെ, യേശുവിൻ്റെ നാമത്തിൽ ഈ സ്ഥിതി മാറട്ടെ. 1 2 3 ബെഡ്റൂമാണോ? 2 ബെഡ്റൂമല്ലേ? 2 ബെഡ്റൂമല്ലേ ഉള്ളൂ. പക്ഷെ അപ്പുറത്തൊരു മുറി പോലെ ഒന്നുകൂടെ കാണുന്നത് ഉണ്ടോ? ആ, ഡൈനിങ് റൂമാണോ? ഒന്ന് കണ്ട ഒരു ബെഡ്റൂം പോലെ ഇരിക്കുന്നു. എന്നോടത് ബെഡ്റൂമാണെന്ന് കരുതിയിരുന്നേ. എന്താ ഒരു ബെഡ്റൂമിൻ്റെ എല്ലാ പ്രതി ഒരു കട്ടിൽ മേശയാണ് ഉണ്ട് അതിൻ്റെ അകത്ത്. മേശ എന്നോ എന്തോ അതിൻ്റെ തൊള്ളേ അതാണോ ഇരിക്കുന്നേ? മൂലക്കിരിക്കുന്നേ ആണോ? ആരാ തയ്ക്കുന്നേ? യേശുവിൻ്റെ നാമത്തിൽ ഒരാൾ സ്ഥിതി മാറട്ടെ. ബമ്മാറ കുറച്ച് ഉടുപ്പൊക്കെ കിടക്കുന്ന ഈ മുറിയിൽ. ആരുടെയാടാ? നിങ്ങളുടെ മുറിയാണോ അത്? ഈ വലതുവശത്ത് കാണുന്നത് ആരുടെ മുറിയാ? അവൻ്റെ മുറിയാണോ? വലതുവശത്ത് കാണും. നിന്റെ മുറി ഏതാ നേരം? അത് തന്നെയല്ലേ? ഷർട്ടൊക്കെ കിടക്കുന്നു. ഒരു ഇതുപോലെ വേറൊരു വരയൻ ഷർട്ട് കിടക്കുന്നോട് ചോദിച്ചത്. ആന്നോ? അതൊക്കെ ഇവിടെ തൂങ്ങി കിടക്കുന്നു. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞ് അടുക്കളയിലോട്ട് പോകുന്ന വഴി നേരെ ആ ഡൈനിങ് റൂമിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന അതാണല്ലേ അടുക്കള? അതാ കട്ടള കയറി അങ്ങോട്ട് ചെല്ലുന്നത് അല്ലേ? ഓക്കെ, ഒന്നും വെച്ചില്ലയോ ഇവിടെ? അമ്മച്ചി ഒന്നും ചെറിയ ചോറിരിപ്പുണ്ടല്ലോ. അമ്മച്ചി അപ്പം എങ്ങനെ കഴിക്കും? ആണോ? ഇച്ചിരി ചോറിരിപ്പുണ്ട്. തീയല് പോലെ ഏതാണ്ട് ഒരു കറി ഇരിക്കുന്നത്. ആണോ? തീയല് പോലെ അത് വേണ്ടക്ക ഇട്ട് വിട്ടൊരു കറിയാ ഇരിപ്പുണ്ട്. നല്ല കറിയാ, മണം അടിക്കും. പഴയ ആൾക്കാർ വെക്കുന്നതല്ല. ഇച്ചിരി മോര് കറി ഇരിപ്പുണ്ട്. ഫ്രിഡ്ജാണോ ഇരിക്കുന്ന മൂലയ്ക്ക്? ഇല്ലയോ? പിന്നെന്തോ ആ മൂലയ്ക്ക്? ആണോ? അവിടെ ഒന്നും ഇല്ലയോ? ചുമന്ന കളർ ഇരിക്കുന്ന എന്തോ? ബക്കറ്റാണോ ചുമന്ന കളറ്? ഓക്കെ, സ്റ്റൂളാണത്. എല്ലാം കൂടെ ഇവിടെ ഇരിക്കുന്നു. ഞാനോടത്ത് അവിടെ എന്തെങ്കിലും ചുമന്ന കളറുള്ള അവിടെ ഇരിക്കുന്നു. ഓക്കെ, അത് വേറെ ഫ്രിഡ്ജൊക്കെ വരേണ്ടതാണല്ലോ. എന്താ ഇല്ലാത്ത? ആ നാട്ടിൽ ഫ്രിഡ്ജില്ലയോ? ആരെ പറയാൻ പറ്റത്തില്ല. ഒരെണ്ണം വേണം, ഫ്രിഡ്ജും വേണം. ആ വെളി ചായ്പിൻ്റെ അവിടെ ഒരു വാഷിംഗ് മെഷീനും വേണം. സമ്മതിച്ചോ? വെളി ചായ്പിൻ്റെ അവിടെ നമുക്കൊരു കട്ട കെട്ടിപ്പൊക്കണം. എന്താ ആ വിറകൊക്കെ കിടക്കുന്ന ആ ഭാഗത്ത്? അതെ, അവിടെ ഒരെണ്ണം വേണം. കർത്താവ് അവിടെ ചെയ്യും. ഒരു സംഭവം നടക്കും. ഈ അരകല്ലൊക്കെ ഇപ്പോഴും ഉണ്ടോ ഇവിടെ? എന്തോ അത് വെളിയിലിരിക്കുന്നത് അരകല്ലാന്ന്? എന്തോ അത്? ആട്ടുകല്ലാന്ന്? എന്തോ ഒരു കല്ല് അവിടെ കിടക്കുന്നോണ്ട്. ആ, അത് അവിടെ അതാണോ? അത് പഴയ ഒരു കല്ല്, ആട്ടുകല്ല് പോലൊക്കെ ഇരിക്കുന്നു. അരകല്ലാന്നോ എന്തോ അത്? അതുപോലെ ഇരിക്കും. കല്ല് അലക്കല്ലാന്നോ അത്? കണ്ട് ഇങ്ങനെയുണ്ടോ അലക്കല്ല്? നമ്മുടെ അവിടെ ഇങ്ങനെ കട്ട കെട്ടി ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുക. ആ, അത് തന്നെ. ഇത് കണ്ടിട്ടൊരു പ്രത്യേക തരം ഇവിടുത്തെ പണി. ഇതല്ല ഈ വേറൊരു കട്ടയാണോ? ഇതെന്തോ ഇത്? വെട്ടുകല്ലാന്നോ ഇത്? ഇതെല്ലാം കാരണം ഇതെല്ലാം വെട്ടുകല്ല കാണുന്നത്. സിമെന്റ് കട്ടയൊന്നും ഞാനിവിടെ കാണുന്നില്ല. നല്ല കനമുള്ള വെട്ടുകല്ല് കാണും. അതിലാണ് ഇതിലെ പണിതേക്കുന്നത്. ഓ, യേശുവിൻ്റെ നാമത്തിൽ ഒരു അടയാളം വേണം പറയാം. ചെല്ലുമ്പോൾ ചെന്ന് നോക്കിക്കോണം. അതാരും തുടക്കുകയല്ല.
പാതകത്തിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ചെതലിനെ ഞാൻ അങ്ങ് തുടച്ചു കളയുക. ചെല്ലുമ്പോൾ ശ്രദ്ധിച്ചോണം. പാതകം ഒന്നും മനസ്സിലായോ? അടുപ്പിന്റെ പാതകത്തിന്റെ താഴെ മൂലയ്ക്ക് ഞാനൊരു ചെതലിനെ കളയുക. ചെല്ലുമ്പോൾ നോക്കിക്കോ, അകത്തായിട്ട് പൊടി അവിടെ കിടക്കും. അത് അടയാളമായിരിക്കും. ചെതലുകൾ അരിച്ചത് ദൈവം മാറ്റിത്തരുന്ന സൂചന. ചെതലുകൾ അരിച്ചത്, സമ്പാദ്യത്തെ ചെതലുകൾ കൊണ്ടുപോയത് ദൈവം അരിച്ച്. കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച ഞാൻ പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ ബിസിനസ് ഉണ്ടോ അതോ ചെയ്യുമെന്നായിരിക്കാം. ലോട്ടറി കർത്താവ് എന്നെ കാണിക്കുന്നു. അത് ചെയ്യണം. എവിടെ ചെയ്യണം? ടൗണിൽ ചെയ്യണം. എന്താ ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ലോട്ടറി കച്ചവടം തട്ടു തുടങ്ങിക്കോ, നിങ്ങൾ വിജയിക്കും. എന്നെ അതിനാരും പറഞ്ഞു തുടങ്ങരുതെന്ന്. ചോദ്യം മനസ്സിൽ ഉണ്ടായിരുന്നു, പക്ഷേ പൈസ കൊടുക്കുമ്പോൾ ചിലർ പറ്റിക്കുന്നുണ്ട്. പിന്നെ ആ പരിപാടി മേലെ വേണ്ടെന്ന് വെച്ചു. എൻ്റെ പൊന്ന് സഹോദര, ഒരു പറ്റിയിരും നടക്കുകയല്ല. പൈസ കൊടുക്കും ബുദ്ധിമുട്ട്, ഇപ്പോഴത്തെ പൈസ കൊടുക്കും ബുദ്ധിമുട്ടുണ്ട്. ഇല്ല, നിങ്ങളൊന്ന് വിചാരിച്ച നിങ്ങളുടെ മനസ്സിലുണ്ടെന്നല്ല, നിങ്ങളോട് ദൈവം ചെയ്യിപ്പിച്ച സംഭവം അത്. നിങ്ങളത് തുടങ്ങണം. ഞാൻ കാണുന്നൊരു കാഴ്ച പറയാം. ഇനി ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. ദൈവം വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുപോവുക. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം പോലെ ചെറിയൊരു കട ദൈവം നിങ്ങളുടെ കരങ്ങളിൽ കൊണ്ടുവരും. ചെറിയൊരു കട, ലോട്ടറി തട്ടും ലോഷനും ചെറുകിട പച്ചക്കറികളും ഒക്കെ വരുന്ന ഒരു കട. അവിടെ ഉണക്കമീൻ ഇരിക്കുന്നു, അവിടെ പച്ചക്കറി ഇരിക്കുന്നു, അവിടെ ലോട്ടറി ഇരിക്കുന്നു, തയ്യലിരിക്കുന്നു. അങ്ങനൊരു സംഭവം വേഗത്തിൽ ദൈവം ഇങ്ങോട്ട് പ്രവർത്തിക്കും. ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവം അത് ചെയ്യും. അതുവഴി നിങ്ങൾ ജയിക്കും, സക്സസ് ആകും. ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നടക്കും. ജോലി ചെയ്യാൻ തീരുമാനിച്ച പിന്നെ ഒരാൾക്കും തടയാൻ പറ്റത്തില്ല. നിങ്ങൾ ഏത് വീട്ടിലാണോ നിൽക്കുന്ന അവിടുന്ന് ഒരു സഹായം നിങ്ങൾക്ക് വേണ്ടി വരും. കർത്താവിന്റെ സഹായം നിങ്ങൾക്ക് വേണ്ടി വരും. ദൈവം അത് ചെയ്യിക്കും. അത്ഭുതമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ചെയ്യണം. നാളെ ചെന്ന ഉടനെ രാവിലെ ചെല്ലുമല്ലോ. രാവിലെ അല്ലേ ചെല്ലുന്നത്? രാവിലെ ചെല്ലുക. ഇവിടെ ആളുണ്ട് വൈകിട്ട് വരെ. ഇവിടെ ആളുണ്ടല്ലോ, അഭിയന്തി ഉണ്ടല്ലോ. ഇവിടെ ഇരിക്കുക. ഇവിടെ എവിടെയെങ്കിലും ശാന്തമായി കിടന്ന് ഉറങ്ങുക. ഏതെങ്കിലും ഒരു മൂല പിടിച്ചാൽ മതി. ആ മൂലയ്ക്ക് സുഖമായിട്ട് ഉറങ്ങുക. രാത്രിയാകുമ്പോൾ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടുവിടാനുള്ള എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്തു തരും. പോവുക സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി. നാളെ നേരം വെളുത്ത് അവിടെ ചെല്ലുമ്പോൾ ആദ്യം കാനായി എന്ന് പറയുന്ന സ്ഥലത്ത്, കാനായി ആർച്ച് കയറി ചെല്ലുമ്പോൾ വായനശാലയുടെ അപ്പുറത്ത് ഒരു 2 കട കഴിയുമ്പോൾ ഒരു പഴയ കട ഒഴിഞ്ഞു കിടപ്പുണ്ട്. പഴയ കട, പഴയതാണ്, വലിയ വാടകയൊന്നും വരികയല്ല. സംസാരിച്ച് ഉറപ്പിച്ച് വിശ്വാസത്താൽ കൈവേ നിങ്ങൾ ജയിക്കും. വായനശാലയുടെ അപ്പുറത്തോട് ചേർന്നൊരു 3-4 കട ഉണ്ട്. 1, 2, 3, 4 കടയോളം ഉണ്ട്. ഉണ്ടോ? ഉണ്ടല്ലോ, ഉണ്ട്. അതിൽ 3 കടയിൽ എന്തൊക്കെയുണ്ട്? ബുക്കൊക്കെ ഇരിക്കുന്ന കാണിക്കുന്നു. എന്തൊക്കെയുണ്ട്? അതിൽ ഒരു കട ഒഴിഞ്ഞിരിക്കുക. അവിടെ ഒന്നുമില്ല. ചെറിയ ഇതിൽ കിട്ടും. ചെയ്യണം. തോൽക്കരുത്, തോൽക്കരുത്. ആരെന്തോ പറഞ്ഞാലും തോൽക്കരുത്. ജയിച്ചു കയറേണ്ടതാണ്. നിങ്ങൾ കുടുംബമായിട്ട് വിചാരിച്ചാൽ ജയിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടും. അവനൊരു എഞ്ചിനീയറാക്കി ദൈവം അവനെ മാറ്റും. നീ പ്രാർത്ഥിച്ചോ, നിന്നെ ദൈവം ഷിപ്പിൽ മെക്കാനിക്കൽ ഉണ്ടോ? അച്ഛാ, ഷിപ്പിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലെ ഷിപ്പിലുണ്ടോ? റോണിച്ചാൻ ഉണ്ടോ? റോണിച്ചാൻ, എനിക്കിതിനെ കുറിച്ച് അറിയത്തില്ല. ഏതാ? നീ മിണ്ടരുത്. ഉണ്ടോ അച്ഛാ റോണിച്ചാൻ? ഉണ്ട്. നിനക്കിത് കഴിയുമ്പോൾ ഞാൻ തരുന്നുണ്ട്.
ഉണ്ടല്ലോ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലെ. നീ എന്താ പഠിക്കുന്നേ? 10ലാണോ? 10. നീ ജയിച്ചോ? നിന്നെ ഒരു ഉദാഹരണം കാണിക്കാം. നമ്മുടെ കുഞ്ഞെന്തി മുള വന്നടി, നിങ്ങളെ ഉറപ്പിക്കാനാ, നിന്നെ ഉറപ്പിക്കാനാ ഞങ്ങൾ പ്രാർത്ഥിച്ചതാ. 10ാം ക്ലാസ്സിൽ ഫുൾ A+. ഫുൾ A+. ഭാവിയിലെ ഞങ്ങളുടെ ഡോക്ടറാണ് നിൽക്കുന്നത്. പോയിരുന്ന മക്കളെ, ഭാവിയിലെ ഞങ്ങളുടെ ഡോക്ടറാ. അതല്ലേ വാക്തത്വം? ആണോ? നീറ്റ് പാസ്സാകും. നീറ്റ് പാസ്സാകും. എനിക്ക് പ്രവചിക്കാൻ 5-6 പേരുന്നുണ്ട്, കർത്താവ് മാത്രം മതി. ഫുൾ A+. മനസ്സിലായോ? പ്രാർത്ഥിച്ച നീയും ഫുൾ A+ ആയി മാറും. പിന്നെ ദൈവം വലിയൊരു സ്ഥലത്ത് റോണിച്ച ഇവനെ നോട്ട് വിട്ടോ, ഭാവിയിലെ ഷിപ്പിലെ എഞ്ചിനീയറായി നീ മാറും. കർത്താവിനെ അങ്ങനെ കാണിക്കുന്നു. നീ അന്ന് നടക്കും. ഇപ്പൊ താമസിക്കുന്ന ഒരു ദേശമുണ്ടല്ലോ, കണ്ണൂര്. ആ ദേശത്തുനിന്ന് ദൈവം നിങ്ങളെ റിട്ടേൺ കൊണ്ടുവരും. ആ ദേശത്ത് നിർത്തുകയല്ല, ആ ദേശത്തിലെ വാസം അധികം ഇല്ല. നീ സക്സസ് ആകും. കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഏതെങ്കിലും ആരാധനയ്ക്ക് പോകുന്നുണ്ട്? പെന്തക്കോസ്തിലാണോ പോകുന്നത്? അയ്യോ, എവിടാ പോകുന്നത്? എലോഹി. ഞാൻ പറഞ്ഞ എല്ലാം ഞാനുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ഈ ചർച്ചിന്റെ പേരെന്തോന്നറിയോ? ആ ചർച്ചിന്റെ പേരെന്തുവാ? അവിടുത്തെ പാസ്സാരാ? ബെന്നി പാസ്വേഡ് ഞാൻ തിരക്കിയെന്ന് പറഞ്ഞേര് കേട്ടോ. ബെന്നി പാസ്വേഡ് എൻ്റെ സേവാന്വേഷണം പറയുക. ബെന്നി പാസ്വേഡ് ചെല്ലുന്ന പാടെ പറയണം, ബെന്നി പാസ്റ്ററെ ചെങ്ങന്നൂരെ ഇന്ന പാസ് പറഞ്ഞു വിട്ടു, ജിനോ പാസ് പറഞ്ഞു വിട്ടു, അവിടെ വലിയൊരു കൊയ്ത്തിന്റെ സമയമായെന്ന് പറഞ്ഞു വിട്ടേക്കാൻ പറ. ഇപ്പൊ ആരാധന നടത്തുന്നൊക്കെ ദൈവം മാറ്റി പുതിയൊരു സ്ഥലത്ത് ദൈവം കൊണ്ട് ഉറപ്പിക്കുമെന്ന് ബെന്നി പാസ്വേഡ് എന്ന് പറഞ്ഞേക്കാൻ പറ. ഞാൻ പറഞ്ഞു വിട്ടെന്ന് പറ. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. പോയിരുന്നാട്ടെ. ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവുമാകത്തില്ല. എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായടുത്തേക്ക് ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും, എത്ര പാഴാണേലും, എത്ര നീ വെറുക്കപ്പെട്ടവനായിരുന്നാലും, എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും.